എന്തായാലും ഈ DA കൊടുക്കും എന്ന് പറഞ്ഞത് ഏപ്രിൽ മാസം മൊത്തം കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ് അതിന് കാര്യങ്ങൾ വെച്ചേക്കുന്നത്. അത് വെറുതെ പറഞ്ഞിട്ട് പോകുന്നതല്ല. ബഡ്ജറ്റ് ഇന്ന് രാവിലെ ഞാൻ 1 മണിക്കൂറോളം വീണ്ടും ബഡ്ജറ്റ് ഡോക്യുമെന്റും അതിന്റെ അക്കൗണ്ട് എല്ലാം പരിശോധിച്ചിട്ടാണ്. നമ്മൾ ഇതിനായിട്ട് പണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയാൽ 95,000-96,000 കോടി രൂപ സാലറി ആൻഡ് പെൻഷൻ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പണം മാറ്റി അതൊക്കെ വെച്ചിട്ടല്ല, അല്ലാതെ വെറുതെ അല്ല, ഇത് കണക്ക് വെച്ചിട്ടല്ലേ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു, കുടിശ്ശികയുണ്ട്. ഈ നിൽക്കുന്ന കുടിശ്ശിക അത് ഗഡുക്കളായിട്ട് തന്നെ ആണ് നേരത്തെ തരാൻ. അതിനുള്ള ഒരു ഭാഗം തരാനുള്ള പണവും മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും ഇവിടെ പറയുകയാണ്. അത് ഇനി ഇത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് വീണ്ടും ഞാൻ നോക്കി. വെറുതെ പറയുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ബഡ്ജറ്റിനെ സംബന്ധിച്ച് ബഡ്ജറ്റ് നടപ്പിലാക്കാനുള്ളതാണ്. ഇതിനൊപ്പമാണ് സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ, നിങ്ങളുടെ മേഖലയിൽ വരുന്ന പ്രശ്നം. DA അവകാശമല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമാണ്. ഓരോന്നും വരുമ്പോഴും അതിൻ്റെതായ പ്രശ്നം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരും, പത്രങ്ങളുടെ ഭാഗത്തുനിന്ന് വരും, എല്ലാ പ്രശ്നവും ഇങ്ങോട്ടും വരും. അപ്പൊ ഞാൻ പറഞ്ഞു, പത്രസമ്മേളനം നടത്തി അന്ന് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ സമീപനം ഇതെല്ലാം കൊടുക്കേണ്ടതാണെന്നുള്ളത്. നേരത്തെ ഇതൊക്കെ കൊടുക്കാതെ ഇരുന്ന ആളുകളുണ്ട് ഈ നാട്ടിൽ. പക്ഷെ അതൊരു കോടതി നിശ്ചയിക്കേണ്ടതല്ല. അതിപ്പോഴും നമ്മുടെ സ്ഥലം അത് തന്നെ. കോടതി നിശ്ചയിക്കാൻ പറ്റില്ല. കോടതിക്ക് ഡേറ്റയുടെ അഡ്മിനിസ്ട്രേഷൻ പറ്റുമോ? പെട്ടി പണം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും. ഇന്നെല്ലാം കൊടുത്തോളം പറഞ്ഞാൽ എല്ലാം കൂടെ ക്ലാപ്സ് ചെയ്യും. അങ്ങനല്ല, അതനുസരിച്ചാണ് കൊടുക്കുക. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ശമ്പള പരിഷ്കരണം വന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ, അന്നത്തെ UDF സംഘടനാ നേതാക്കന്മാർ പറഞ്ഞെന്താ, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നടക്കാതിരിക്കാൻ വേണ്ടി പൊളിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ടീസ് അടിച്ചിറക്കിയില്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വെട്ടിക്കുറയ്ക്കുമെന്നും പറഞ്ഞു, നോട്ടീസ് അടിച്ചു. ഞങ്ങൾ വരുമ്പം അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളെ കുഴപ്പത്തിലാക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു, അല്ല, നിങ്ങൾ കുഴപ്പത്തിലാവണ്ട, ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്, അവർ ഞങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങൾ ഒരുവണ ഇതൊക്കെ നടപ്പിലാക്കും എന്നാണല്ലോ പറഞ്ഞത്. വല്ല സംശയമുണ്ടോ? രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഇത് കിട്ടുമായിരുന്നോ? സംശയമുണ്ടോ? എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ആദ്യത്തെ 3 വർഷം അനങ്ങാൻ പറ്റാത്ത സാമ്പത്തിക സ്ഥിതിയിലായിരുന്നു. കാരണം 30,000 കോടി രൂപയാണ് അധികമായിട്ട് ഈ ഏകദേശം ബാക്കി വന്നത്. ഇതെല്ലാം കൂടി 30,000 കോടി. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ വർഷം തൊട്ട് മുമ്പ് വർഷം 1,17,000 കോടിയായിരുന്നു ആകെ ചെലവ്. കോവിഡ് സമയമാണ്. ലാസ്റ്റ് വർഷം അന്ന് ഒരു 1 ഇയർ ഫിനാൻസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഒരു 15,000 കോടി പ്രത്യേകം കിട്ടിയായിരുന്നു. 1,30,000-32,000 കോടിയായിരുന്നു ലാസ്റ്റ് വർഷം ഒന്നാം പിണറായി സർക്കാരിന്റെ ചെലവ്. ആകെ ആ 5 വർഷത്തെ ശരാശരി എടുത്താൽ 1,15,000 കോടിയാണ് ഓൺ ആൻ ആവറേജ്. നമ്മൾ വന്നു ആദ്യത്തെ വർഷം 1,62,000 കോടിയാണ്. ഒറ്റയടിക്ക് 30,000 കോടിയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ സാധാരണ വരത്തില്ല. ഈ ശമ്പള പരിഷ്കരണമാണ്. അതിനൊപ്പം ഒരു 25,000 കോടി ശമ്പള പെൻഷൻ കുടിശ്ശികയും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കിട്ടിയെന്നാണ് ധാരണ, അല്ലേ? ആ കുടിശ്ശികയൊക്കെ PF-ലും ഒക്കെ ഞാൻ പറഞ്ഞത് അതിനകത്ത് വന്ന അത് കൊടുത്തു തീർക്കുന്ന ഒരു വലിയ ജോലിയായിരുന്നു. പെൻഷന്റെ മൊത്തം നേരത്തെ കൊടുത്തു തീർക്കുക, ആ DR കൊടുത്തു തീർത്തു, DA അതിന്റെ കാര്യങ്ങൾ മൊത്തം ചെയ്യുക. അപ്പൊ ഈ 30,000 കോടിയുടെ അഡീഷണൽ ബർഡൻ വന്നു എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്തതിനെ വിളിച്ചാൽ ഇത് കൊടുത്തു തീർത്തല്ലോ. നേരത്തെ പറഞ്ഞത് ഞങ്ങൾ വന്നാൽ കുറയ്ക്കും, ഞങ്ങളെ കുഴപ്പത്തിലാക്കണം, നമ്മൾ കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞു. അവിടുന്നാണ് പുതിയ ഈ വർഷം തുടങ്ങുമ്പോൾ DA-യുടെ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ആകെ ഈ സർക്കാരിന് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് കുറച്ച് DA DR ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സമയത്തും പറഞ്ഞിട്ടില്ല. ചില യൂണിയന്റെ ഇതുപോലെ ജീവനക്കാരുടെ പരിപാടിയിൽ ഞാൻ വന്നിട്ടുണ്ട്, അത് കൊടുത്തു തീർക്കും. പക്ഷെ അതൊരു ബാധ്യത. ബാക്കി എല്ലാം കൊടുത്തു. ഒന്നും ഞാൻ പറഞ്ഞില്ല, സാമ്പത്തികമായി ഇത്രയും കൺസോൾട്ടേറ്റ് ചെയ്തത് കേന്ദ്രത്തിൽ നിന്നുള്ള പണം വലിയ തോതിൽ കുറച്ചു. കണക്കുകൾ ഞാൻ പറയുന്നില്ല. നമുക്ക് ശരാശരി 50,000 കോടി രൂപ ഒരു വർഷം കുറഞ്ഞിട്ടുണ്ട് ശരാശരി. ഫിനാൻസ് കമ്മീഷന്റെ ആദ്യ വർഷം 19,000 കോടി നമുക്ക് കിട്ടി. രണ്ടാം വർഷം RD ഗ്രാന്റ്, രണ്ടാം വർഷം 13,000, മൂന്നാം വർഷം 4,000. കഴിഞ്ഞ സർക്കാരിന്റെ ലാസ്റ്റ് വർഷം 15,000 FD ഗ്രാന്റ് കിട്ടി. ഒരു വർഷം GST വന്നതിന് ശേഷം 12,000 കോടി ശരാശരി നമുക്ക് ഒരു വർഷം GST കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ പോയി. പോയിട്ടും നമ്മൾ 3 വർഷം ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ 4-ാം വർഷം നമ്മുടെ എക്സ്പെൻഡിച്ചർ 1,73,000 കോടിയായി. ഈ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് 1,95,000 കോടിയാവും. 2 ലക്ഷം കോടി ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം 6,000 കോടി രൂപ തൊട്ട് ലാസ്റ്റ് 3 മാസം കൊണ്ട് അവർ കട്ട് ചെയ്തു. അതിന്റെ ഒരു കാരണം ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് BJP ഗവൺമെന്റ് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിരിക്കും. അപ്പൊ അത്രയും ചെയ്ത് മുന്നോട്ട് പോവാണ്. അവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ശമ്പള പരിഷ്കരണം സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, ആ കാഴ്ചപ്പാടനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അത് ചെയ്യും എന്നുള്ളത്, ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യം നമ്മൾ എനിക്ക് തോന്നുന്നു 3-ാം വർഷമാണ് 5% മറ്റോ കൊടുത്തത്. ഈ വർഷം കറണ്ട് ഇയറിൽ ഇനിയൊരു DA കൂടെ കൊടുക്കും. 13% ഈ വർഷം DA ആവും. 13% ഈ വർഷം കൊടുക്കും. കുറച്ച് കൊടുത്തു, ഇനി അവസാനം ഒരു 3% അല്ലേ വരാനുള്ളത്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞേക്കുന്നത് മാർച്ച് ആദ്യം 13% ഒറ്റയടിക്ക്. 13% ഒരു നല്ല
ശരാശരി കണക്കൊക്കെ ആയിട്ട് ഒരു 3000, ഏറ്റവും താഴെ ഒരു 3000, 4000 തൊട്ട് ഒരു 25,000 രൂപ വരെ ഒരാൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു വർഷത്തെ DA വർധന. നിങ്ങൾക്ക് ഇതെല്ലാവരും ഈ സർവീസ് മേഖലയുള്ളവരായിട്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇനിയും ഏകദേശം അത്രയും കൊടുക്കാനുണ്ട്. അടുത്ത വർഷം അത് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചില സാങ്കേതിക സംശയങ്ങൾ പറഞ്ഞു. ഒരു പ്രമുഖ പത്രം മനോരമ തന്നെ പറഞ്ഞു, ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ ഇതെല്ലാം കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചാൽ എന്തായാലും ശമ്പള കമ്മീഷൻ നമ്മൾ പ്രഖ്യാപിച്ചു. ശമ്പള കമ്മീഷൻ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തരണമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതനുസരിച്ച് സ്റ്റെപ്പ് എടുക്കും. അത് അടിയന്തരമായിട്ട് അതിന്റെ കാര്യം വരും. പക്ഷെ അതിന്റെ സ്റ്റെപ്പ് എടുക്കും. അത് അതിന്റെ നടപടിക്രമം ഉണ്ട്. ആ സ്റ്റെപ്പ് എടുക്കും. പക്ഷെ എന്തായാലും ഈ DA കൊടുക്കും എന്ന് പറഞ്ഞത് ഈ ഏപ്രിൽ മാസം മൊത്തം കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ് അതിന് കാര്യങ്ങൾ വെച്ചേക്കുന്നത്. അത് വെറുതെ പറഞ്ഞിട്ട് പോകുന്നതല്ല. ബഡ്ജറ്റ് ഇന്ന് രാവിലെ ഞാൻ 1 മണിക്കൂറോളം വീണ്ടും ബഡ്ജറ്റ് ഡോക്യുമെന്റും അതിന്റെ അക്കൗണ്ട് എല്ലാം പരിശോധിച്ചിട്ടാണ്. അതുകൊണ്ട് UDFന്റെ ആ ബഹള സമയത്ത് അത് നേരിട്ട് കാണാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇന്നലെ സെൻട്രൽ ഗവൺമെന്റിന് വന്നപ്പോൾ RD ഗ്രാന്റിന്റെ ഒക്കെ ചില പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നടക്കും എന്നുള്ളത് നോക്കണമല്ലോ. കണക്ക് പറഞ്ഞിട്ട് പോകാനല്ലോ. നമ്മൾ ഇതിനായിട്ട് പണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയാൽ 95,000, 96,000 കോടി രൂപ സാലറി ആൻഡ് പെൻഷൻ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പണം മാറ്റി അതൊക്കെ വെച്ചിട്ടല്ല, അല്ലാതെ വെറുതെ അല്ല. ഇത് കണക്ക് വെച്ചിട്ടല്ലേ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ കുടിശ്ശികയുണ്ട്, ഈ നിൽക്കുന്ന കുടിശ്ശിക അത് ഗഡുക്കളായിട്ട് തന്നെ ആണ് നേരത്തെ തരാൻ. അതിനുള്ള ഒരു ഭാഗം തരാനുള്ള പണവും മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും ഇവിടെ പറയുകയാണ്. അത് വെച്ചിട്ട് തന്നെയാണ്. ഇനി ഇത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് വീണ്ടും ഞാൻ നോക്കി. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് ഡിവിസിബിൾ പൂൾ. ഞാനെല്ലാ കണക്കുകൾ ആവർത്തിക്കുന്നില്ല. നമുക്ക് 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് നമുക്ക് 3.82 ആയിരുന്നു നമ്മുടെ പെർസെൻറ്റേജ്. എന്ന് പറഞ്ഞാൽ 100 രൂപ ഇന്ത്യ താഴോട്ട് കൊടുക്കുമ്പോൾ അത് 3.82 പൈസ നമുക്ക് കിട്ടിയിരുന്നു. 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്തായപ്പോഴേക്കും അത് 1.92 രൂപയായി. നേരെ പകുതിയായി. തൊട്ടുമുമ്പത്തെ ധനകാര്യ കമ്മീഷന് മുമ്പിൽ അത് 2.5 ആയിരുന്നു. അതിന് മുമ്പ് 3% അപ്പൊ ഇത് വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 2 RD ഗ്രാന്റ്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് തരണം. ഈ 2 കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഈ പെർസെൻറ്റേജ് ചെറിയൊരു വർധന വന്നു. എന്ന് പറഞ്ഞാൽ 2.38 ആയി. അപ്പം നേരത്തെ 3.8 വരെ ഉണ്ടായിരുന്നു. അത് കുറഞ്ഞു വന്നാണ് ഏറ്റവും കുറവെന്ന്. അത് 2.38 ആയി. ചെറിയൊരു വർധനയുണ്ട്. പക്ഷെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കഴിഞ്ഞ തവണ ആദ്യത്തെ ഒരു വർഷം ഒരു ഇന്ററിം റിപ്പോർട്ടും പിന്നീടുള്ള 5 വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷനോട് ചേർന്ന് കിട്ടിയത് 53,000 കോടിയാണ്. ഇപ്പൊ 0. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് പിന്നെ RD ഗ്രാന്റ് കൊടുക്കുന്നില്ല. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് അംഗീകരിച്ചപ്പം ഇനിമേൽ RD ഗ്രാന്റ് കൊടുക്കണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഒരു റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്തെന്നല്ല എഴുതിയേക്കുന്നത്, നോട്ടഡെന്ന് എഴുതിയിട്ടുള്ളൂ. കാരണം ഇനിയും ചിലപ്പോൾ ആലോചിക്കാം. കാരണം RD ഗ്രാന്റ് കൊടുത്തില്ല, എല്ലാ സ്റ്റേറ്റിനും പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടെങ്കിലും ഇത് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണല്ലോ പിന്നത്തെ കാര്യം. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യവും നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും LDF ഗവൺമെന്റിന് വേണ്ടി ഞാൻ പറയുന്നു, നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ പറ്റും. വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ഞാൻ കുറച്ച് പിടിച്ച് ചെലവാക്കുന്ന ആളാന്നൊക്കെയുള്ള അഭിപ്രായമുള്ളവരാന്നൊക്കെ എനിക്കറിയാം. അതെല്ലാം അത് വെറുതെ അങ്ങ് പറഞ്ഞ് നടക്കാൻ പറ്റാത്ത കാര്യം ചെയ്യുന്നതല്ല വേണ്ടത്. നടത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നടത്തുന്ന പറഞ്ഞ് ഓരോ ഘട്ടം കഴിഞ്ഞു വന്നപ്പോൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം ഗവൺമെന്റിനെ കൃത്യമായി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പറയുന്നത് ഏത് സമയത്തും നമ്മൾ പറയുന്ന കാര്യം ഒരു വാക്ക് പറഞ്ഞാലത് വെറുതെ അല്ല. നാളെയും ആളുകൾ ചോദിക്കും. അത് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 7 ധനകാര്യ കമ്മീഷൻ വരുമ്പോഴും 10-30% നമ്മുടെ വരുമാനം വർദ്ധിക്കും. കഴിഞ്ഞ 10 ധനകാര്യ കമ്മീഷൻ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ BJP ഗവൺമെന്റിന്റെ സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഞാനീ പറഞ്ഞ RD ഗ്രാന്റ് കഴിഞ്ഞ പ്രാവശ്യം 2.5 ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ ആകെ കൊടുത്തിരുന്നു. അത് നിർത്തി. ഒരു കാര്യം ഞാൻ അലാമിംഗ് ആയ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനകത്ത് ഒരു റിസഷന്റെ ടെൻഡൻസിയാണ് കാണിക്കുന്നത്. മാന്ദ്യം ആണെന്ന് അനൗൺസ് ചെയ്തിട്ടും മാന്ദ്യത്തിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അത് ആശങ്കാകുലമായ ഒരു കാര്യമാണ്. ഞാൻ അവരുടെ കണക്കുകൾ എൻ്റെ അടുത്തില്ല. എന്നാലും 38 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ അവരുടെ ആകെ റവന്യൂ വരുമാനം. ഇപ്പൊ അത് 1 ലക്ഷം കോടി കൂടെ കൂടിയിട്ടുള്ളൂ. 3% താഴെ കൂടിയിട്ടുള്ളൂ. റവന്യൂ വരുമാനം കാണിക്കുമ്പോൾ സാധാരണഗതിയിൽ കുറച്ചുകൂടി കൂടുതൽ വരേണ്ടതാണ്. ഇത് 3% ഒന്നും സാധാരണ നമ്മളൊരു ബഡ്ജറ്റ് വെച്ച പോലെ ചിലത് അറ്റൈൻ ചെയ്യില്ല. അതിനർത്ഥം ഏകദേശം ഈ വർഷത്തെ റവന്യൂ വരുമാനം മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന് അടുത്ത വർഷം വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം എന്താ? റിയൽ വാല്യൂല് താഴോട്ട് പോകും. അതാണ് വരാവുന്നൊരു സാധ്യത. അത് നിങ്ങളുടെ ബഡ്ജറ്റ് ഇത്രയും ആയിട്ടും ബഡ്ജറ്റിനകത്ത് ഓരോ കണക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തൊഴിലുറപ്പ് പദ്ധതി മാത്രം 58,000 കോടി രൂപ കുറച്ചു. നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷന് പണം കുറച്ചിട്ടുണ്ട്, ഹെൽത്തിന് പണം കുറച്ചിട്ടുണ്ട്,
ഡീസൽ പെട്രോൾ സബ്സിഡി കൊടുക്കുന്നുണ്ട് പമ്പുകൾക്കൊക്കെ, ഈ കൃഷിക്ക് അതിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുണ്ടാവും ഇവിടെ. ജൽജീവൻ മിഷൻ അവർ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് 67,000 കോടിയാണ് കൊടുത്തത്, 17,000 കോടിയാണ്. അവരോട് തരേണ്ട പണത്തിന് പകരം നമ്മൾ 5,000 കോടി ഇപ്പൊ എടുത്തു കടം. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് തരേണ്ട പണം കോൺട്രാക്ടർ കൊടുത്തു പോയി. നമ്മള് കോൺട്രാക്ടർമാർക്ക് പൈസ ഇല്ല. നിങ്ങൾ ഓഫീസുകൾ അറിയാം, വഴി പൈപ്പ് പൊട്ടി കിടക്കുകയാണ്, അല്ല റോഡ് പൊളിഞ്ഞ് കിടക്കുകയാണ്, പണിയാതിരിക്കാൻ പറ്റുമോ? 5,000 കോടി ഇതിനകം എടുത്തു കഴിഞ്ഞു ഈ ജൽജീവൻ മിഷന്. ആ ജൽജീവൻ മിഷന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ 67,000 കോടി രൂപ ബഡ്ജറ്റ് വെച്ചിട്ട് 17,000 കോടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെലവാക്കിയത്. ബാക്കിയൊന്നും ചെലവാക്കിയില്ല. ഇപ്പോഴും 67,000 കോടി വെച്ചിട്ടുണ്ട്. തരുമോന്നുള്ള ഉറപ്പില്ല. എല്ലാ മേഖലയിലും പണം കുറഞ്ഞിട്ടുണ്ട്. ഡിഫൻസിന് മാത്രം അല്പം കൂട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറ്റുന്നത്? വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന പറഞ്ഞാൽ കേരളത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. രാജ്യമാകെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ലോക രാഷ്ട്രീയം വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. ഞങ്ങൾ വികാസ് ഭവനിലോ കേരളത്തിലോ ഇതൊക്കെ ചെയ്യും. കേരള ഗവൺമെന്റ് അമ്മ വെക്കും, ചക്കി കുത്തും അമ്മ വെക്കും, പത്തായം വെറും പിന്നെ ചക്കി കുത്തും അമ്മ വെക്കും, ഉണ്ണി ഉണ്ണും എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിന് നയിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസി നമ്മളെ ബാധിക്കും. ഇന്ത്യ ഗവൺമെന്റ് പോളിസി നമ്മുടെ സാമ്പത്തിക മേഖല തകർക്കുന്നതാണ്. അന്തർദേശീയമായ വലിയ താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ലോക മേധാവിത്വത്തിൽ അവരുടെ ടാക്സ്, അവരുടെ താരിഫ് വാറിനകത്ത് നമ്മൾ വിധേയമായിരിക്കുകയാണ്. അമേരിക്ക നേരിടുന്ന ഒരു ക്രൈസിസ് ഉണ്ട്. അതുകൊണ്ടാണ് പലതരത്തിലും ഒന്ന് ഞങ്ങളുടെ സാധനം നിങ്ങൾ മേടിച്ചോണം, നിങ്ങളുടെ സാധനം വില കുറച്ച് തരണം, ഇതാണ് അവർ പറയുന്നത്. താരിഫ് വാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾ മേടിച്ചോണം, നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനം ഞങ്ങൾ പറയുന്ന വിലക്ക് ഞങ്ങൾക്ക് തരണം, നിങ്ങളുടെ രാജ്യത്തിനകത്ത് സാധനം വിൽക്കുമ്പോൾ ഞാൻ പറയുന്ന ടാക്സി വിറ്റോണം. GST കുറച്ചല്ലോ, റീസ്ട്രക്ചറിങ് ഓഫ് GST. എന്തുകൊണ്ടാണ് വന്നേ? ട്രംപ് നേരത്തെ പറഞ്ഞു ഇന്ത്യൻ എക്കണോമി, ഇന്ത്യ ആൻഡ് റഷ്യ ആർ ഹാവിംഗ് ബാഡ് എക്കണോമിക്സ് ബിക്കോസ് ദിയർ താരിഫ് ഈസ് വെരി ബാഡ് എന്നാണ് പറഞ്ഞത്. അമേരിക്കൻ കോൺഗ്രസ് പ്രസംഗിച്ചാണെന്നാണോ കുറച്ചാൾ മുമ്പാ. അത് കഴിഞ്ഞപ്പോഴാണ് GST റീസ്ട്രക്ചറിങ്. GST റീസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് GST നടപ്പിലാക്കുന്ന സമയത്ത് RNR, റവന്യൂ ന്യൂട്രൽ റേറ്റ്, അന്ന് 100 രൂപ നിങ്ങളൊരു സാധനം മേടിച്ചാൽ അതിന്റെ ആവറേജ് 14.5 രൂപയായിരുന്നു ടാക്സ്, എല്ലാ ടാക്സ് കൂടി. അത് നേരത്തെ അവർ 11.5 ഇപ്പൊ അത് 8.5 താഴ്ന്നു. ഇതിന്റെ ഫലമായിട്ട് എന്താ പറ്റിയെന്നറിയോ? കഴിഞ്ഞ വർഷം ഈ നടപ്പിലാക്കുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം, ഒരു മാസം ഇന്ത്യയിലാകെ കളക്ട് ചെയ്ത GST 2,30,000 കോടിയായിരുന്നു. GST മാറ്റം വരുത്തിയതിനു ശേഷം 1,72,000 കോടിയായി. എന്ന് പറഞ്ഞാൽ 60,000 കോടി ഒരു മാസം കുറഞ്ഞു. ഇത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനോട് പോകേണ്ടതാ. പ്രൊപ്പോർഷനായിട്ട് നമുക്കും വരും. ഞാൻ പറയട്ടെ, നമ്മുടെ GST ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ കാണും ഇവിടെ. നമുക്ക് ഇന്ത്യയിലുണ്ടായ ആ കുറവിന്റെ അതുപോലെ ഉണ്ടായില്ല. ശരാശരി പിടിച്ചു, വലിയ പെർസെന്റേജ് വർധനയൊന്നുമില്ല. ഇത് വരുമ്പോ 1 വർഷം വരുമ്പോ എത്ര ഈ കുറവ്? ഇതുപോലെ ഓരോ കുറവ് വരുന്നുണ്ടാ. ഞാൻ പറഞ്ഞ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ റവന്യൂ സൈഡിൽ ഇൻക്രീസ് ഇല്ല. ഫലത്തിൽ എല്ലാ മേഖല ഇതിപ്പം ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്നതിനേക്കാളും കുറയും. ആമയുടെ കാര്യമെങ്കിലും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതെങ്കിലും ഇനി കാണും. ഒറ്റ പ്രൊജക്ട് ഇല്ലല്ലോ. ഞാനത് കേന്ദ്രം പറയുന്ന ഒരു എയിംസിന്റെ മറ്റതൊന്നും അല്ല. അതൊക്കെ ട്രോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതല്ല, കേരളത്തില് ഇന്ത്യയിലാകെ 7 റെയിൽവേ സോൺ ഹൈസ്പീഡ് കോറിഡോർ. നമുക്ക് ന്യായമായും വിഴിഞ്ഞം വന്നതുകൊണ്ട് ഒരു കോറിഡോറിന്റെ സാധ്യതയുണ്ട്. കാരണം എന്താ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ്, വലിയ സെന്റർ ആവുന്നതാണ്. അതിലൊരു സാധനമില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞു നമുക്കിവിടെ ഇൻഡസ്ട്രി, ഡിഫൻസ് ബേസ്ഡ്, പിന്നെ റയർ ബേസ്ഡ്, നമ്മൾ കുറെ കാര്യം, അതൊന്നുമില്ല, എവിടെയില്ല. കഴിഞ്ഞ വർഷം മഖാന എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി, മഖാന അറിയാമല്ലോ, ഈ ഡയറ്റ് ഫുഡായിട്ടുള്ളതാ അല്ലേ? ഈ താമരയുടെ അരി മറ്റോ വറുത്തിട്ട് ഇങ്ങനെ ഇത് മഖാനയ്ക്ക് വേണ്ടി വരും. അപ്പം ഞാൻ മഖാന നോക്കിയപ്പോൾ ബീഹാറിലെ ഒരു സാധനം, അന്ന് മഖാന പറഞ്ഞു. ഇപ്രാവശ്യം പരിസ്ഥിതി സ്നേഹം കൊണ്ടായിരിക്കും, പിന്നെ ഈ കടലാമയ്ക്ക് മുട്ടയിടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി എന്ന് പറഞ്ഞാൽ തമാശയാണ് പറയുന്നത്. പക്ഷെ ഒരു പദ്ധതിയും അറിയില്ല. ഒരു കാര്യം, നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഈ പരമ്പരാഗത മേഖലയിലും സർക്കാർ ജീവനക്കാരുടെയും കാര്യം ഞാൻ പറഞ്ഞു. അത് മാത്രമൊന്നുമല്ല, കേരളത്തിൽ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ അതിവേഗത്തിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനം പോലുള്ള മോഡേണായ കാര്യങ്ങളും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. സാധാരണക്കാരുടെ ജീവിതം, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രായമുള്ളവരുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വയോജന ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചു. കാരണം അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു 20% എത്തുകയാണ് പ്രായമായവരുടെ കാര്യം. ഇതിനൊപ്പം നമ്മൾ ക്ഷേമ പെൻഷന്റെ പങ്കാളിത്ത പെൻഷന്റെ കാര്യവും പറഞ്ഞു. നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും ഞാൻ പറയാം. പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു അഷ്വേർഡ് പെൻഷൻ ഉണ്ടാക്കും. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു അഷ്വേർഡ് പെൻഷൻ. ആദ്യം പറഞ്ഞത് നമ്മൾ തന്നെയാണ്. പിന്നീട് രാജസ്ഥാൻ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു, അവർ തെരഞ്ഞെടുപ്പ് സന്ദർഭം ഒരു കാര്യം പ്രഖ്യാപിച്ചു. നടക്കുന്ന കാര്യമല്ലായിരുന്നു, നടത്തിയിട്ടില്ല. ഇപ്പോഴും തമിഴ്നാട് ഇപ്പൊ പ്രഖ്യാപിച്ചു. നമ്മൾ പറഞ്ഞു അഷ്വേർഡ് പെൻഷനോട് സാമ്യമുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഈ അഷ്വേർഡ് പെൻഷന്റെ ഈ പെൻഷന്റെ പ്രത്യേകത എന്താ? നേരത്തെ ഉള്ള ആ കോൺട്രിബ്യൂഷൻ കാണും, പക്ഷെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന നിലയിൽ ഏകദേശം അതേ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇതിന് പ്രത്യേക ഒരു ഫണ്ടായിരിക്കും.
സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടും ഈ ഫണ്ട് ഇടും. പക്ഷെ ആ ഫണ്ട് കൊണ്ടൊന്നും ആവില്ല, വലിയ വ്യത്യാസമുണ്ട്. 50% ലാസ്റ്റ് മേടിക്കുന്ന നമ്മുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ ബേസിക് പേ 50% പ്ലസ് DR കാണും. ഇത്രയും കാര്യം നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ മറ്റേ പെൻഷനിൽ NPS-നകത്തുള്ളവർക്ക് അതിൽ തന്നെ തുടരാം, ഇതിൽ വരാൻ ഓപ്ഷൻ എടുക്കാം. ഓപ്ഷനാണ് അത്, ഞങ്ങൾക്ക് മറ്റേത് തന്നെ വേണ്ടതെന്ന് അതിൽ തുടരാം. പുതുതായിട്ട് വരുന്നവർക്ക് ഏപ്രിൽ മുതൽ ഇത് നടപ്പിലാക്കും. ഇതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അത് കൃത്യമായി അതിന്റെ ഓർഡറുകൾ ഈ ദിവസങ്ങളിൽ ഇറങ്ങും. അതിനകത്ത് യാതൊരു സംശയമില്ല, നടത്താൻ പറ്റുന്ന ഒരു തരത്തിൽ തന്നെയാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് വരും. ഇപ്പൊ ഇതിനകത്തൊക്കെ വലിയ സംശയം പറഞ്ഞിരുന്നതാണ് ആളുകൾ. അത് ആ സംശയം ഇല്ല എന്നുള്ളത് കൃത്യമായി ഞാൻ പറയുകയാണ്. അപ്പൊ ഇത് ഈ അഷ്വേർഡ് പെൻഷൻ പറഞ്ഞത് നമ്മൾ വെറുതെ ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള സമീപനം അല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോടും ബാക്കിയൊക്കെ കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം വന്നാൽ വല്ലാതെ ബുദ്ധിമുട്ട് വരും. അപ്പം ഞാൻ ഈ GST ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ചില താരിഫ് വന്നിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. പാൽ ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചാൽ, ആസ്ട്രേലിയയിൽ നിന്നുള്ള പാല് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ സമ്മതിച്ചാൽ, എന്നോട് ആസ്ട്രേലിയ താമസിക്കുന്ന അവിടെ ഒരു ജോലി ചെയ്യുന്ന ഇതുപോലെ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് പാൽ ഇറക്കുമതി ചെയ്യാൻ സാറേ ഞങ്ങൾക്ക് അനുവാദം തന്നാൽ 1 ലിറ്റർ 26 രൂപയ്ക്ക് ഇറക്കാം. ഇപ്പൊ ചിലപ്പോൾ 28-30 കാണും. 1 ലിറ്റർ പാൽ ഇവിടെ 30 രൂപയ്ക്ക് ഇറങ്ങിയാൽ നിങ്ങൾ ആലോചിച്ചേ. നമ്മുടെ നാട്ടിൽ 10 ലക്ഷം ആണെങ്കിൽ പശുവിനെ വളർത്തി ജീവിക്കുന്നുണ്ട്. 2 പശുവിനെ കൊണ്ട് ജീവിച്ചാൽ കട്ടിച്ച് ജീവിക്കാം. നമ്മുടെ ഫാമിംഗ് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് പാൽ മേഖല, എല്ലാ മേഖലയും ബാധിക്കും. ഇപ്പൊ ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഐ എം ഹാപ്പി, സോ ഐ എം റെഡ്യൂസിംഗ് ദ ടാക്സ് ടു 18%. ഇല്ലേ, വായിച്ചോ? ട്രംപിന് സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കും എനിക്കും നമ്മുടെ നാട്ടുകാർക്കും സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതല്ല മോഡി ഗവൺമെന്റിനെ നയിക്കുന്നത്. ട്രംപ് സന്തോഷിച്ചാൽ എല്ലാവരും സന്തോഷിക്കുന്നതാണ്. ഇത് വരാൻ പോകുന്ന ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം കാണും. ഒരു കാര്യം ഞാൻ പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലെഫ്റ്റിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് ഈ സംഗതികളെല്ലാം നിൽക്കണമെന്നാണ്. സർക്കാർ ജീവനക്കാര് പറയുന്ന അവരുടെ കാര്യം വേണം, സാധാരണ തൊഴിലാളികളുടെ കാര്യം വേണം, പരമ്പരാഗത മേഖലയിലെ കാര്യം വേണം, കുട്ടികൾ മുതൽ പ്രായമുള്ളവരെ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു നയമാണ്. ആ നയത്തിനെതിരെ അതിശക്തമായ ക്യാമ്പയിനാണ് നടക്കുന്നത്. ഇപ്പൊ നടക്കുന്ന ക്യാമ്പയിൻ കഴിഞ്ഞ 2 ദിവസമായി ദൗർഭാഗ്യകരമായ കാര്യം പറയട്ടെ, സാധാരണ ബഡ്ജറ്റിനകത്ത് ചർച്ച ചെയ്യാതിരിക്കില്ല പ്രതിപക്ഷം. 2 ദിവസമായിട്ട് ചർച്ച പങ്കെടുക്കുന്നില്ല. ചർച്ച ചെയ്താൽ ഈ കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിത്ത് എവിഡൻസ് ആണല്ലോ, വിത്ത് അക്കൗണ്ട്സ്, എവിഡൻസ്, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു ധവളപത്രം ഇറക്കണം. അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഞാൻ പറഞ്ഞു ധവളപത്രം എന്തിനാ? ധവളപത്രം എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെ ഡേറ്റ ഇല്ലാത്തപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ കാര്യത്തിന് ധവളപത്രത്തിന്റെ കാര്യമില്ല, വിത്ത് ഓൾ ഡേറ്റ ആൻഡ് ഡീറ്റെയിൽസ്. ബഡ്ജറ്റ് ആണല്ലോ അസംബ്ലി ചർച്ച ചെയ്യുന്നത്. ആ കണക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും തർക്കം പറയാമല്ലോ. കാരണം ഇത് തയ്യാറാക്കുന്നത് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ്. ഓരോ വകുപ്പിലെയും കാര്യങ്ങളും കണക്കും വെച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. നമുക്ക് ടാക്സ് റവന്യൂവിനകത്തും നോൺ ടാക്സ് റവന്യൂവിനകത്തും ഉണ്ടാവുന്ന വരുമാനം, കഴിഞ്ഞ വർഷം വരെയുള്ളത് C&AG ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്, വരാൻ പോകുന്നതിനകത്ത് വന്ന കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്താ പറയുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു 2 ട്രില്യൺ ആയിരിക്കും ബഡ്ജറ്റ്. അപ്പൊ അന്ന് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു 2 ട്രില്യൺ ഒന്നുമല്ല, ചുമ്മാ വലിയ തുക പറയാതെ ഇതൊന്നും വരാൻ പോകുന്നില്ല, നിങ്ങൾക്ക് 1,70,000 പോലും വരാൻ പോകുന്നില്ല. ഇപ്പോൾ എന്താ കണക്ക് വന്നപ്പോൾ 1,95,000 വന്നു. 6,000 കോടി കേന്ദ്ര ഗവൺമെന്റ് കട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അതോടെ വന്ന ഈ 2 ലക്ഷം കഴിഞ്ഞാൽ. അപ്പൊ ഈ കണക്ക് വെച്ചിട്ടാണ് ബഡ്ജറ്റ് വരുന്നത്. ആ ബഡ്ജറ്റ് എന്തുകൊണ്ടാണ് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ അവർ കൂടാതെ? തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കണം. തെറ്റായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ശബരിമലയിലെ വിഷയം, SIT, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഇല്ലാത്ത PM-ശ്രീയും മറ്റു കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഇടതുപക്ഷം കോംപ്രമൈസ് ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത് ഇടതുപക്ഷം അല്ലാന്ന് ആർക്കാൻ സംശയം? ഇടതുപക്ഷ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യത്തിനകത്തും അന്വേഷണത്തിന്റെ കാര്യത്തിൽ ആവശ്യമില്ല നടപടിയില്ല. നിങ്ങൾക്ക് നല്ലതുപോലെ കേരളത്തിലെ ആൾക്കറിയാം. പക്ഷേ തെറ്റായ പ്രചരണം നടത്താൻ ശ്രമിക്കുക. ഇപ്പൊ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരും MLA-മാരും MP-മാരും പങ്കെടുത്ത് തിരുവനന്തപുരത്ത് കേന്ദ്ര ഗവൺമെന്റ് കട്ട് ചെയ്യുന്ന പണത്തിനെതിരെ സമരം നടത്തിയല്ലോ. നിങ്ങൾ ആശങ്കപ്പെട്ടില്ലേ ജനുവരി മാസം ഫെബ്രുവരി മാസം ശമ്പളം കിട്ടുമെന്ന്? ഇപ്പോഴും ആശങ്ക മാറിയിട്ടുണ്ടോ? വലിയ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ, അതുകൊണ്ടാണ് സമരം നടത്തിയത്. എന്തെങ്കിലും ഒരു പിന്തുണ അവർ തന്നോ? സുപ്രീം കോടതി പോയി ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ കേസ് പറയാൻ തന്റെ ഇടം കാണിച്ച ഒരേ ഒരു സംസ്ഥാന ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റാ. ആ ഗവൺമെന്റ് മോഡിയോട് കോംപ്രമൈസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ബഡ്ജറ്റിന്റെ ആദ്യം ഞാൻ പറഞ്ഞു, മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. അത് എല്ലാ മതങ്ങളെയും വിശ്വാസികളെയും സംരക്ഷിക്കുന്ന സ്ഥലം ഇത്. എല്ലാ മതവും വിശ്വാസവും ഒക്കെ മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യമാണ്. മതത്തിൽ അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കാതിരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വഴി നടക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ടാവണമെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിയാം. ആ സംസ്ഥാനങ്ങളുടെ സ്ഥിതിയല്ല കേരളത്തിന് പരമ്പരാഗതമായ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം കൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ മതി. മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് രാജ്യങ്ങളിൽ ആ ഒരു സ്ഥിതി കേരളത്തിലില്ല. കേരളത്തിൽ ഇടതുപക്ഷം ശക്തിപ്പെട്ടത് കൊണ്ട് കൂടുതൽ നന്നായി എന്നുള്ളത് മാത്രമല്ല, പരമ്പരാഗതമായി കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ട്.
ജനാധിപത്യത്തിന് ആ മൂല്യമുണ്ട്. രാജാക്കന്മാരെ തെരഞ്ഞെടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്ന ഒരു ചരിത്രമുള്ളതാണ് കേരളം. ഇവിടെ വാമനനും മഹാബലിയും നമ്മൾ ആരാധിക്കുന്നതാണ്. മഹാബലിക്ക് ക്ഷേത്രമുണ്ട്, ദുര്യോധന ക്ഷേത്രമുണ്ട്, വ്യത്യസ്തമായുണ്ട്. തെയ്യം പോലെയുള്ള കലാരൂപങ്ങളുണ്ട്, പിന്നെ വിശ്വാസങ്ങളുണ്ട്. എല്ലാ തരത്തിലും ഇപ്പം അയ്യപ്പനും വാവരും വേറൊരു സ്ഥലത്ത് ചിന്തിക്കാൻ പറ്റുമോ? അയ്യപ്പനും വാവരും എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുമോ? എത്ര വർഗീയത ഇളക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ പൂർവികരുടെ കാര്യമാണ്. കത്തോലിക്ക സഭ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പിന്നെ നമ്മുടെ കൊല്ലത്ത് ബിഷപ്പുണ്ട്. പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് പൗരസ്ത്യ ക്രിസ്ത്യൻസ് അതിന് മുമ്പുണ്ട്. ഇസ്ലാമിന്റെയും ബുദ്ധ മതത്തിന്റെയും ഒക്കെ പശ്ചാത്തലമുണ്ട്. ഞാൻ പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല കേരളം എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. കേരളം എന്ന് പറഞ്ഞാൽ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും വോട്ടും ഒക്കെ വരും. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ പാരമ്പര്യം, നമ്മുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ഈ ഒരു അന്തരീക്ഷമാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെയുള്ള തെറ്റായ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വേണ്ടി 100 കണക്കിന് കള്ളം പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങൾ വരും. പക്ഷെ ആ കള്ളത്തെ കാണുവാനും വസ്തുത മനസ്സിലാക്കാനും ശ്രമിച്ചില്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് ബഡ്ജറ്റിനെ സംബന്ധിച്ച് മാത്രം ചുരുക്കി ഞാൻ നിർത്തുകയാണ്. ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരെ എല്ലാം സംരക്ഷിക്കുന്നു. നടത്താൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളൂ. ഓരോ ബഡ്ജറ്റുകൾ നോക്കിയോ. ഞാൻ പറഞ്ഞല്ലോ, 1ാം പിണറായി സർക്കാരിൽ നിന്ന് 2ാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ ബഡ്ജറ്റ് സൈസ് 30,000-35,000 കോടി രൂപ വർദ്ധിച്ചു. കാരണം ഫിനാൻസ് കമ്മീഷന്റെ. ഇവിടെയും ആ വർധന നടപ്പാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് വീണ്ടും അത് റീട്രേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് നടത്താൻ പറ്റും. ഇടതുപക്ഷമാണെങ്കിൽ ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. ഇടതുപക്ഷം ഏത് ഗവൺമെന്റ് വന്നാലും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെയാണ്. പക്ഷേ അതിന് സമീപനം വേണം. ഇതേ സംസ്ഥാനത്താണല്ലോ 18 മാസം പെൻഷൻ കൊടുക്കാത്തതും എല്ലാം അടച്ചുപൂട്ടിയതും പിന്നെ ഇത് DA മറ്റതും ഒക്കെ ആനുകൂല്യം തെറ്റാണെന്നൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ സമയത്ത് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനല്ല, ഇങ്ങനെ നോക്കണമെന്നൊക്കെ പറയും. പക്ഷേ ഇത് നടപ്പിലാക്കുക എന്നുള്ളത് കൃത്യമായ കാഴ്ചപ്പാടാണ്. പറയാനുള്ള കാര്യങ്ങൾ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും നാട്ടിലുള്ളവരുടെയും പറയുകയും പരമ്പരാഗത വ്യവസായ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലയെയും സംരക്ഷിക്കുന്ന സമീപനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു ധനകാര്യ സമീപനമാണ്, സാമ്പത്തിക സമീപനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ബഡ്ജറ്റ് തയ്യാറാക്കിയേക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നിങ്ങൾ ശ്രമിക്കണം. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ രീതിയിലാണ് പോകുന്നതെങ്കിൽ അധികകാലം ഇങ്ങനെ ബഡ്ജറ്റുകളൊന്നും അവതരിപ്പിക്കേണ്ട കാര്യത്തില്ല. കാരണം ഇപ്പൊ തന്നെ പ്ലാനിംഗ് കമ്മീഷനൊന്നും ഇല്ല ഇവിടെ. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കി പോകാൻ നമുക്ക് പറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇനി ഒരു ദീർഘ പ്രസംഗത്തിന്റെ പ്രസക്തിയില്ല. 2 ബജറ്റിനെയും താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ധനമന്ത്രി കൃത്യമായി അടയാളപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹം അവസാനിപ്പിച്ചെടുത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനം. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. ആ എരിയുന്ന വയറിന്റെ തീ കെടുത്തുന്നതിനാവശ്യമായ പദ്ധതികളെല്ലാം ഈ ഗവൺമെന്റ് ബജറ്റിൽ പറഞ്ഞു. ആ ബജറ്റിൽ പറഞ്ഞ കാര്യമാണ് ഏത് വിഭാഗത്തിനാണ് നാം ആലോചിക്കേണ്ടത്, ഏത് വിഭാഗത്തിനാണ് ഈ ബജറ്റിന്റെ ഗുണം ലഭിക്കാത്തത് എന്നതാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ, തൊഴിലാളികൾ, കർഷകർ, യുവജനങ്ങൾ, ജീവനക്കാർ, അധ്യാപകർ, എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു ബജറ്റാണ് കേരളത്തിന്റെ ബജറ്റ്. എന്നാൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു ബജറ്റ് ഉണ്ട്. ആ ബജറ്റിൽ നമുക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ എന്ത് കിട്ടി? നമുക്ക് നല്ല ആമമുട്ട കിട്ടി. വേറെന്താ കിട്ടിയത്? ഒന്നും കിട്ടി. എല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, മുതലാളിമാർക്ക് വേണ്ടി ഒരു ബജറ്റ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിന്റെ ഭാഗമായി ഗുണം കിട്ടാത്ത ഒരു വിഭാഗത്തിന്റെ പേര് പറയുക, കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിന്റെ ഭാഗമായി ഗുണം കിട്ടിയ ഒരു വിഭാഗത്തിന്റെ പേര് പറയുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും സംബന്ധിച്ച് ഈ സംസ്ഥാന ബജറ്റ് ഏറെ പ്രതീക്ഷയുള്ളതാണ്. ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ സംബന്ധിച്ച് അത് ക്ഷാമബത്തയായാലും ശമ്പള പരിഷ്കരണമായാലും ഭവന നിർമ്മാണ വായ്പയായാലും അതുപോലെ തന്നെ പെൻഷൻ പുനഃപരിശോധനയായാലും ഈ കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ബജറ്റ്. ക്ഷാമബത്തെ സംബന്ധിച്ച് ഈ ബജറ്റ് വന്നപ്പോൾ മലയാള മനോരമ കൊടുത്ത വാർത്ത എന്ന് പറയുന്നത്, ലീഡ് ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡുലുലു സുലുലു എന്നാണ്. ഡുലുലു സുലുലു ജൻസി പദങ്ങളാണ് പോലും. ഡുലുലു എന്ന് പറഞ്ഞാൽ അതിമോഹം, സുലുലു എന്ന് പറഞ്ഞാൽ പരിഹാരം. ബെസ്റ്റ് പേരാണ്. കാരണം
ഞങ്ങൾക്ക് ഒരു ഡുഡുലും ഇല്ല ജീവനക്കാർക്ക്. പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം സുലുലുണ്ട്, പരിഹാരമുണ്ട്. ഞങ്ങൾ ക്ഷാമബത്ത വേണം, അതിമോഹമൊന്നല്ല, അർഹതപ്പെട്ട അവകാശമാണ്, അല്ലേ? അവകാശമാണ്. അതിനു വേണ്ടിയാണ് നാം സമരം ചെയ്തത്. ആ അവകാശം ക്ഷാമബത്ത കുടിശ്ശിക തീർത്ത് നൽകും. 13% ക്ഷാമബത്തന് കുടിശ്ശികയുണ്ട്. 2024 മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞത് ക്ഷാമബത്ത കുടിശ്ശികയുണ്ട്, അത് തീർത്ത് നൽകും. അത് കഴിഞ്ഞ് 1.5 വർഷം കൃത്യമായി നിങ്ങൾ എണ്ണി നോക്കിക്കോ. 21 മാസം കഴിയുമ്പോൾ ഇപ്പൊ പറയാണ് മുഴുവൻ കുടിശ്ശികയും എത്ര ഗഡു? 10 ഗഡു. എത്ര ശതമാനം? 28%. കൂട്ടി നോക്ക്. ഇത് പറഞ്ഞതിന് ശേഷം 5 ഗഡു തന്നു. ഇപ്പൊ ബജറ്റിൽ 5 ഗഡുവും കൂടെ പ്രഖ്യാപിച്ചു. മാർച്ച് മാസം ശമ്പളം വാങ്ങുമ്പോഴുണ്ടല്ലോ, ക്ഷാമബത്തയുടെ കാര്യത്തിൽ നിങ്ങൾ കൂട്ടി നോക്കണം. ഏറ്റവും ചുരുങ്ങിയത് 2,990 രൂപ, 3,000 രൂപ വർധനവുണ്ടാവും. ഏറ്റവും താഴ്ന്ന ആൾക്ക് 21,450 രൂപ വരെ വർധനവുണ്ടാവും. ഈ 21 മാസത്തിനിടയിൽ ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ച് അവന്റെ ശമ്പളത്തിൽ 4,000 രൂപയിലധികം, കൃത്യമായി പറഞ്ഞാൽ 4,090 രൂപ വർദ്ധിക്കും. തരുമോ? അത് എത്രയാവും അറിയോ? 46,600 രൂപ വരെ വർദ്ധിക്കും. താഴ്ന്ന് മേലോട്ട് പോകും. ഒരു ശമ്പള പരിഷ്കരണത്തിൽ കിട്ടുന്നതിനേക്കാൾ വലിയ ആനുകൂല്യം കിട്ടിയില്ലേ? ഇതാ. അന്നേരം മലയാള മനോരമയും ചില ആളുകളും കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? ഇത് കൊടുക്കാൻ കഴിയില്ല. ഫെബ്രുവരിയിലെ 3% കൊടുക്കും, പിന്നെ ഉള്ളത് കൊടുക്കാൻ കഴിയില്ല. എന്താ ഗവേഷണം നടത്തി കണ്ടെത്തിയത് അറിയോ? നല്ല ഭൂതക്കണ്ണാടിയൊക്കെ വെച്ച് നോക്കി. ഏതോ ഒരു ഡെലുലു പിടിച്ച അസോസിയേഷൻകാരനോട് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചാ പിന്നെ ആ കമ്മീഷൻ ക്ഷാമബത്ത പ്രഖ്യാപിക്കാൻ വിടില്ല. ഏടുന്നാടോ പഠിച്ച്? എപ്പോഴാ അങ്ങനെ ഒരു ഇതുണ്ടായത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ടാ? നിങ്ങൾ കുറെ കാലായില്ലേ സർവീസില്? ഉണ്ടാ? ക്ഷാമബത്തയും ശമ്പള കമ്മീഷന് ടേംസ് ഓഫ് റെഫറൻസ് കൊടുക്കാറാണ്. അപ്പോഴുള്ള സേവന വേതന വ്യവസ്ഥകൾ പരിശോധിച്ച് പഠിച്ച് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കലാണ്. അല്ലാണ്ട് ഇനി ക്ഷാമബത്ത കൊടുത്തുകൂടാന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ 11ാം ശമ്പള പരിഷ്കരണം മാത്രമാണ് എന്ത് ക്ഷാമബത്ത മെർജ് ചെയ്തുകൊണ്ട് പരിഷ്കരിച്ചത്. അതിനു മുന്നേ ആണോ? അല്ല. 9ാം ശമ്പള പരിഷ്കരണം എപ്പോഴും മുതലാ? 1/7/2009 മുതൽ. അന്ന് ക്ഷാമബത്ത എത്രയാ കണക്കാക്കാൻ പറഞ്ഞതെന്നറിയോ? 64%. ആ 64% ക്ഷാമബത്ത എപ്പോഴാ പ്രഖ്യാപിച്ചതറിയോ? 2009. എപ്പോഴാ കമ്മീഷനെ നിയമിച്ച്? 9ാം കമ്മീഷനെ 20/2/2010. കുറിച്ച് വെച്ചോ സംശയം ഉണ്ടെങ്കിൽ. 20/2/2010 9ാം കമ്മീഷനെ നിയമിച്ചത്. ആ കമ്മീഷന് ശമ്പളം നിർണയിക്കാൻ വേണ്ടി എടുത്ത DA ഏത് ഡേറ്റിലെ DA ആണെന്നറിയോ? 1/7/2009 DA 64%. അത് എപ്പോഴാ പ്രഖ്യാപിച്ചറിയോ? ഈ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ 11ാം മാസം തന്നെ 2009 11ാം മാസം തന്നെ കൊടുത്തു. കൃത്യമായി പറഞ്ഞ 8/11/2009 പ്രഖ്യാപിച്ചു. ഈ കമ്മീഷനെ നിയമിച്ചതിന് ശേഷം 9ാം കമ്മീഷനെ നിയമിച്ചതിന് ശേഷം നമുക്ക് ക്ഷാമബത്ത കിട്ടിയിട്ടില്ലേ? ഞാൻ പറയുന്നത് നോക്കണം. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അടിച്ചു നോക്കിയാൽ കിട്ടും. വേണമെങ്കിൽ സംശയം ഉണ്ടെന്ന് നോക്കിയാൽ മതി. എന്തറിയോ? DA ചാർട്ട് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഒന്ന് എടുത്തു നോക്കിയാൽ കിട്ടും. അതിലുണ്ടല്ലോ 22 ഈ പറഞ്ഞ 20/2/2010 ശേഷം നിയമിച്ചതിന് ശേഷമാണ് 1/1/2010 ക്ഷാമബത്ത അനുവദിച്ചത്. 1/7/2010 ക്ഷാമബത്ത അനുവദിച്ചത്. ഈ 2 ഗഡു ക്ഷാമബത്ത അനുവദിച്ചത് എപ്പോഴാ? ഈ കമ്മീഷനെ നിയമിച്ചതിന് ശേഷം. 1/2011 അതിനു മുന്നേ ഉള്ളത് 8/2010 അനുവദിച്ചത്. അപ്പോ കമ്മീഷനെ പ്രഖ്യാപിച്ചുകൊണ്ട് ക്ഷാമബത്ത എന്ന് പ്രഖ്യാപിക്കാതിരുന്നോ? ഇല്ല. 10ാം ശമ്പള കമ്മീഷൻ എപ്പോഴാ പ്രഖ്യാപിച്ചേ? 30/11/2013. നേരത്തെ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിരുന്നു 30/11/2013. എന്നിട്ട് ഒരു മാസം റോഡ് അരികിൽ ഇരുത്തി നമ്മൾ സമരം ചെയ്തപ്പോഴാണ് ഓർക്ക് ഒരു ആഫീസ് തുറന്നു കൊടുത്തത്. അത് പോട്ടെ. 30/11/2013 പ്രഖ്യാപിച്ചത് എത്ര ശതമാനം DA ആണ് കണക്കാക്കിയത് അറിയോ? ആ കമ്മീഷൻ ശമ്പള നിർണയത്തിന് 80%. അതേതാ തീയതി അറിയോ? 1/7/14. ഈ 30/11/2013 ശേഷം
ശമ്പള പരിഷ്കരണം വരെ DA കിട്ടിയിട്ടില്ലേ നമുക്ക്? 1/7/14 DAയും 1/7/14 DAയും 1/1/15 DAയും 1/7/15 DAയും ഈ 3 ഗഡു DAയും 10ാം ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കിട്ടിയത്. നിങ്ങൾ ഉത്തരവ് നോക്കിക്കോ. പിന്നെ ഈ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇതെന്ന് അർത്ഥമുണ്ടോ? ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കൺഫ്യൂഷൻ, ഒരു അങ്കലാപ്പ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് കിട്ടൂല പറയുക എന്നാ സമാധാനമായി. ഇപ്പൊ നിങ്ങൾ DA പ്രഖ്യാപിച്ച ചാർട്ട് കാണുമോ? മറ്റെന്താ 900 കോടി 90,000 നഷ്ടം ഇല്ലേ? 1 ലക്ഷം നഷ്ടം. ഇപ്പൊ ധനമന്ത്രി തന്നെ പറഞ്ഞു, എന്ത് നേരത്തെ പ്രഖ്യാപിച്ച ക്ഷാമബത്തയുടെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും, അടുത്ത ബജറ്റിൽ തന്നെ 1ാം ഘട്ടം കൊടുക്കും പറഞ്ഞു. ഇപ്പൊ അതുകൊണ്ട് എന്തില്ല, ചാർട്ട് നിർത്തി. ശമ്പള പരിഷ്കരണവും 5 വർഷ തത്വം പാലിച്ചുകൊണ്ട് നടപ്പിലാക്കും പറഞ്ഞു ഇല്ലേ? അതിന്റെ വിശദാംശം ഒന്നും ഞാൻ സൂചിപ്പിക്കും. 5 വർഷം കൊണ്ട് ശമ്പള ഗവൺമെന്റിന് കഴിഞ്ഞ ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് എപ്പോഴാണ് കൊടുത്തറിയോ നിങ്ങൾക്ക്? 29/1/2021 29/1/2021 കഴിഞ്ഞ 11ാം ശമ്പള കമ്മീഷൻ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തത്. ആ ഉത്തരവ് എപ്പോഴാണ് ഇറങ്ങിയത്? GOP 27/2021 എപ്പോഴാണ് ഇറങ്ങിയത്? 10/2/2021. എത്ര ദിവസം എടുത്ത്? 12 ദിവസം എടുത്ത്. കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങിയിട്ട് സർക്കാർ ഉത്തരവാകാൻ എത്ര ദിവസം? 12 ദിവസം എടുത്ത്. അതുകൊണ്ട് ധനമന്ത്രി പറഞ്ഞതുപോലെ ഇത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ആണ്. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പെൻഷനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് ജീവനക്കാർക്ക്, NPSകാർക്ക് നമ്മുടെ ആവശ്യം എന്താ? OPS വരണമെന്ന് തന്നെയാണ്. അതിലൊരു തർക്കവും ഇല്ല കേട്ടോ. നമ്മുടെ ഡിമാൻഡ് OPS വേണം തന്നെയാണ്. ഇപ്പോൾ NPSൽ നിന്ന് അഷ്യൂർഡ് പെൻഷൻ പ്രഖ്യാപിച്ചപ്പോഴോ അല്പ ആശ്വാസമായി ഇല്ലേ? അല്പ ആശ്വാസമായി. ഇത്രയും കാലം എന്തായിരുന്നു? ഈ NPSകാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്ര പെൻഷൻ കിട്ടും? പറയാൻ പറ്റുമോ എത്ര പെൻഷൻ കിട്ടും? ഇല്ലല്ലോ. ഇപ്പൊ എന്തായി? പെൻഷൻ കിട്ടും ഉറപ്പായി ഇല്ലേ? നിക്ഷേപിച്ച പൈസ എവിടെയും പോകില്ല എന്ന് ഉറപ്പായി. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്താ? 1, പെൻഷൻ ഉറപ്പാക്കണം, ഉറപ്പായി പെൻഷൻ കിട്ടണം. 2, പങ്കാളിത്തം ഒഴിവാക്കണം, വിഹിതം ഒഴിവാക്കണം. 2 എണ്ണത്തിൽ 1 എന്തായി? ഒഴിവായി കിട്ടിയില്ലേ? പെൻഷൻ ഇപ്പോ ഉറപ്പായി. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നിലെത്തി. ഒരു സ്റ്റെപ്പ് ആ നേട്ടത്തെ നേട്ടമായി കണ്ടുകൊണ്ട് തന്നെയാണ് പെൻഷൻ സുരക്ഷ ഉറപ്പായിരിക്കുന്നു. ഇനി വിഹിതം ഒഴിവാക്കുവാനുള്ള പോരാട്ടമാണ് നാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ പെൻഷൻ ഉറപ്പാക്കിയ മാറ്റത്തെ നാം സ്വാഗതം ചെയ്യുന്നു. ആ മാറ്റത്തിൽ നിന്നുകൊണ്ട് OPSലേക്കുള്ള പോരാട്ടം നമ്മൾ തുടരും. അതുകൊണ്ട് ആ ജീവനക്കാരെയും ജീവിത സുരക്ഷ ഇപ്പോൾ സർക്കാർ ഉറപ്പാക്കിയിരിക്കുന്നു എന്നതിൽ നാം അതിനെ സ്വാഗതം ചെയ്യുന്നു. ഭവന നിർമ്മാണ വായ്പയും തിരിച്ചു കൊണ്ടുവന്നു ഇല്ലേ? നമ്മുടെ ഏറ്റവും വലിയ അങ്ങനെ ജീവനക്കാരുടെ ഏറ്റവും ജീവത്തായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ആ പത്രത്തിൽ ഈ മലയാള മനോരമ പറഞ്ഞില്ലേ, ഡുലുലു സുലുലു എന്ന് പറഞ്ഞില്ലേ? ആ പത്രത്തിൽ തന്നെ മനോരമ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വലിയ ഡുലുലു ആയിട്ടാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ NGO അസോസിയേഷൻകാരും കുറെ ഡുലുലു ആയിട്ടാണ് നടക്കുന്നത്. എന്ത്? അടുത്തേക്കാ സ്ഥലം മാറ്റം വേണ്ടതെല്ലാം ചോദിക്കാൻ തുടങ്ങി ഇല്ലേ? ഇല്ലേ? അടുത്ത് നമ്മുടെ സർക്കാരാണ്, അതുകൊണ്ട് നിനക്ക് എവിടെയാ സ്ഥലം മാറ്റം വേണ്ടത്? അവരൊക്കെയാണ് ഈ മനോരമയുടെ ഹെഡിങ് പറ്റുക. എന്ത്? ഡുലുലു എന്ന് പറ്റുക. നമുക്ക് സുലുലു ഉണ്ട്, പരിഹാരമുണ്ട് ഇല്ലേ? നമുക്ക് പരിഹാരമുണ്ട്. അതെന്താ? ഇതാണ് VD സതീശൻ പറഞ്ഞത്. നിങ്ങൾ വെറുതെ പറയുന്നതല്ല കേട്ടോ. VD സതീശൻ എന്താ പറഞ്ഞറിയാ? ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കാത്തതാണ്. UDF സർക്കാർ വന്നാൽ ഇവയൊന്നും നടപ്പിലാക്കില്ല കേട്ടാ. മലയാള മനോരമയിലുണ്ട്.
വേറെ എവിടെയും നോക്കണ്ട. ഇനി ദേശാഭിമാനിയാ കൊടുത്ത നിങ്ങൾ വേണ്ട, മലയാള മനോരമയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാ കൊടുത്ത ഇതേ വാചകമാണ്. നിങ്ങൾ ഒന്നും കൂടെ വേണമെങ്കിൽ പോയി നോക്കിക്കോ. ഇത് ഈ 30-ാം തീയതിയത്തെ മലയാള മനോരമ എടുത്താൽ ഈ മേലെ തന്നെ ഉണ്ട് കോളത്തിൽ വി ഡി സതീശന്റെ ഫോട്ടോ വെച്ചിട്ട് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികമല്ല, നടപ്പാക്കാനുള്ളതല്ല. UDF സർക്കാർ വന്നാൽ ഇതൊന്നും നടപ്പിലാക്കില്ല. എന്താ ഇതിന്റെ മലയാളം? ശമ്പള പരിഷ്കരണമോ ക്ഷാമത്തെ കിട്ടിയാലോ ഇതെല്ലാം തിരിച്ചു പിടിക്കും മക്കളെ. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുന്ന AP അഷ്യൂർഡ് പെൻഷനിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങള് കരുതണ്ട കേട്ടോ. 2010 അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 2010 അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞേ? നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാർ സ്കൂളിൽ പഠിച്ച് സർക്കാർ ജോലിയും വാങ്ങി സർക്കാർ ശമ്പളവും പറ്റി സർക്കാർ പെൻഷനും പറ്റി അധിക കാലമൊന്നും ജീവിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. നമ്മുടെ എല്ലാം കഷ്ടകാലത്തിന് 2011 ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ ആര് അധികാരത്തിൽ വന്നു? ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു. സർക്കാർ സ്കൂള് കൂട്ടിയില്ലേ? സർക്കാർ ആശുപത്രി കൂട്ടിയില്ലേ? പെൻഷൻ പങ്കാളിത്താക്കിയില്ലേ? നമ്മൾ പറയും പോലെ പറഞ്ഞതേ നടപ്പിലാക്കൂ കേട്ടോ. നടപ്പിലാക്കുന്നതേ പറയൂ. എന്ത്? ഇടതുപക്ഷം നന്നാക്കാൻ വേണ്ടി പറയുന്നതേ നടപ്പിലാക്കൂ, മറ്റേത് നശിപ്പിക്കാൻ വേണ്ടി. ഇതാ വ്യത്യാസം. ഇതെല്ലാം നടന്നില്ലേ? നടന്നു. നേരത്തെ ധനമന്ത്രി പറഞ്ഞ എന്താ? 2021 നല്ല മാതൃഭൂമി പത്രത്തില് എഡിറ്റോറിയൽ പേജില് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എഴുതി. എന്താ എഴുതിയത് അറിയോ? ശമ്പളത്തിൽ നിന്ന് 15% പിടിച്ചാൽ പ്രതിസന്ധി തീരും. ശമ്പളത്തിൽ നിന്ന് 15% പിടിച്ചാൽ അന്ന് നമ്മുടെ നല്ല കാലത്തിന് തുടർ ഭരണം ഉണ്ടായി. ഇല്ലെങ്കിൽ എന്ത് പോവും? 15% പോട്ടായിരുന്നു, പെൻഷൻ പോയതുപോലെ. ഇപ്പോഴ് വീണ്ടും VD സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഈ ബജറ്റിൽ പറഞ്ഞ ശമ്പള പരിഷ്കരണം, ക്ഷാമബത്ത, അഷ്യൂർഡ് പെൻഷൻ ഇതൊന്നും നടപ്പിലാക്കില്ല, പ്രായോഗികമല്ല. ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത് ഇത് സംരക്ഷിക്കേണ്ടത്. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കാൻ പോവുകയാണ്. അത് നടപ്പിലാക്കുമ്പോൾ സംരക്ഷിക്കേണ്ടതാണ്. VD സതീശൻ അത് ഇല്ലാതാക്കും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, അത് സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് നാം ഇനിയുള്ള കാലങ്ങളിൽ നടത്തേണ്ടത്. ആ സംരക്ഷണ പോരാട്ടം കേരളത്തിന്റെ ബദലാണ്. ആ ബദല് സംരക്ഷിക്കുവാനുള്ള പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതാണ് കേരളത്തിന്റെ ഭാവി വികസനം എന്ന് തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവരെയും FCTO സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു.